അങ്ങനെ മാഞ്ചസ്റ്ററിൽ നിന്ന് ലോഡ് എടുത്തിട്ട് നേരെ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. ലണ്ടനിൽ കാർന്ന് ഫസ്റ്റ് ട്രിപ്പ് ലണ്ടൻ വാറ്റ്ഫോർഡിൽ കാർന്ന് അപ്പോൾ വലിയ വീട്ടിലേക്ക് ഒരു ഫുഡൊക്കെ വെച്ചിട്ട് പോയത്. അതിനുശേഷം രണ്ടാമത്തെ ഡ്രോപ്പ് ഉണ്ടായിരുന്നത് ലണ്ടനിലായിരുന്നു. അങ്ങനെ 8 o'clock മോർണിംഗ് 8 o'clock വെനസ്ഡേ നമുക്ക് വാറ്റ്ഫോർഡ് എത്തണം എന്നായിരുന്നു നമുക്ക് ലൊക്കേഷൻ ആസ് പെർ സ്കെഡ്യൂള്. നമ്മളവിടെ ഓൺ ടൈമിനോട് എത്തി. പിന്നെ അവിടെ നിന്ന് അൺലോഡിങ്ങിൻ്റെ പരിപാടി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യണത്. ഈ ജോലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പണിയുണ്ട്, റിസ്ക്കും ഉണ്ട് നന്നായിട്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ട്രക്ക് പണ്ടത്തെ പുതിയ ട്രക്ക് വരെ അപ്ഡേറ്റഡ് അല്ല. നമ്മൾ ഡ്രൈവിംഗ് സമയം നോക്കണം എത്ര മണിക്കൂർ. ചില ദിവസം 10 hours ഡ്രൈവ് ചെയ്യേണ്ടി വരും, ചില ദിവസം 15 hours വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് 2 വീക്കിൽ ഇത്ര മണിക്കൂർ 90 hours ഫുൾ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഏകദേശം സ്പ്ലിറ്റ് ചെയ്യണം. ഒരു 45 hours പെർ വീക്ക് ഡ്രൈവ് ചെയ്തിട്ട് ബാക്കി നെക്സ്റ്റ് വീക്ക് 45 hours ആക്കണം. അതൊക്കെ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പകുതിയിൽ ഓർഡറിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഫ്യൂൽ സ്റ്റേഷനിലേക്ക് നേരെ ഫ്യൂൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് 1 hour 30 minutes ആയിരുന്നു ലണ്ടൻ്റെ ഉള്ളിലോട്ടായിരുന്നു, സെൻട്രൽ ലണ്ടൻ്റെ ഉള്ളിൽ അവിടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മൊരു 10 minute ഡിലേയിൽ കറക്റ്റ് അവിടെ എത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഡിലേയിൽ അവിടെ വൈകിയാലെത്തി. പക്ഷേ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡിലേ ആണ്. നേരത്തെ കമ്പനി വെച്ച് റിപ്പോർട്ട് ചെയ്യാം. ട്രാഫിക് ഇഷ്യൂസ് ആയിരുന്നു അവിടെ എത്തി. പിന്നെ ഈ കാണുന്ന ബാക്കി ലോഡൊക്കെ അവിടെ ഇറക്കാനുള്ളതായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര സ്ലോ ആയിരുന്നു അവിടുത്തെ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കുന്ന ആൾക്കാർ. അവർ ഭയങ്കര സ്ലോവിൽ. പിന്നെ ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ പല്ല് നമുക്ക് ആ ബാഗിനുള്ളിൽ കയറ്റണം. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിന് ഞാൻ കുറേ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. ശരിക്കും ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പെട്ടെന്ന് പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് എൻ്റെ അടുത്ത് കമ്പനിയിൽ വിളിച്ച് വെച്ചപ്പോൾ എൻ്റെ തന്നെ സ്കോട്ട്ലൻഡ് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ ഞാൻ വേറെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു പിക്കപ്പ് ഉണ്ട്, അടുത്തിട്ട് നേരെ സ്കോട്ട്ലൻഡ് വിട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു രണ്ടെല്ലാ സമയത്ത്. അപ്പോൾ ഒരു വെയിലത്ത് സാധനമൊക്കെ നമ്മൾ കറക്റ്റിനൊക്കെ കഴിച്ച് സ്ട്രാപ്പ് ചെയ്ത റാറ്റ് സ്ട്രാപ്പൊക്കെ ലൂസാക്കി എല്ലാം അവർക്ക് അൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത്. പിന്നെ നമ്മുടെ കമ്പനിയിൽ പുതിയ ട്രക്സ് വരാൻ ഇപ്പോൾ അടുത്ത് തന്നെ വരും പുതിയ ട്രക്സ്. അപ്പോൾ പുതിയ ട്രക്സ് വന്നു കഴിഞ്ഞാൽ ഒരു 10 trucks ഒരു 10 truck വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ആകുമ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കരുതെന്നല്ല, കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള UK ഉള്ളവർക്കാണ്. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ 6-7 പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഒരാളെ ഞാൻ ഡ്രൈവറെ കണ്ടിരുന്നു വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാം ഉള്ളത് UK HGV ലൈസൻസ് കൊണ്ട് വരുന്ന ആൾക്കാർക്കാണ്. നാട്ടിൽ നിന്ന് ഇങ്ങനെ വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് സ്റ്റുഡൻ്റായിട്ട് വന്നാൽ അവർക്ക് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ശേഷം ലൈസൻസ് എടുത്തിട്ട് നമുക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കില്ല വേണമെങ്കിൽ ഇങ്ങനെ HGVയിലൊക്കെ കയറാൻ പറ്റും. അങ്ങനെ കരിയർ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാൻ. അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അൺലോഡിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ സ്കോട്ട്ലൻഡ് ട്രിപ്പ്.